അവനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിയ ജോസഫ്. ഞാൻ വരാപ്പുഴ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 18/12/2022 ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മയിലൂടെയാണ്. എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത്. ആ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു BCom ഗ്രാജുവേറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കെയർ അസിസ്റ്റൻറ്റ് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ വന്ന് അമ്മച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എനിക്ക് എക്സാമൊന്നും പാസ്സാവാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി, എനിക്ക് വേണ്ടി എൻ്റെ അമ്മച്ചി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞാനും പ്രാർത്ഥിക്കണം. എന്നിലും എന്തെങ്കിലുമൊക്കെ എന്നെ ദൈവത്തിന് വിശദീകരിക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് PSC എക്സാമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേച്ചി പറഞ്ഞു, ഒത്തിരി പേര് ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട്, നിനക്കെന്നാൽ വിദേശത്തേക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിദേശത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിദേശത്ത് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് UK പോലെയുള്ള കൺട്രീസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻറ്റ് വിസ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. IELTS എഴുതാൻ തുടങ്ങി. 3 തവണ ഞാൻ IELTS എഴുതി. ഈ IELTS എഴുതുന്നതിന് മുൻപ് 18/12/2022 ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. അങ്ങനെ ആദ്യത്തെ 2 എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി നന്നായിട്ട് ഉഴപ്പി. കൃത്യമായിട്ട് നിബന്ധനകളൊന്നും പാലിച്ചിരുന്നില്ല. അങ്ങനെ 2 എക്സാമും കിട്ടാതെ ആയപ്പോൾ വീണ്ടും എനിക്കാകെ ഡിപ്രഷനായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി, എവിടെയാണ് എൻ്റെ ഫോൾട്ട് എന്നുള്ളത്. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ചെയ്യണം പ്രാർത്ഥനയിൽ ഉപരിയായിട്ട്. അപ്പം ഞാനതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ഡേറ്റ് എടുത്തു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. 3-ാം തവണയും സ്കോറ് കൂടി. നേരത്തേന് സ്കോർ എനിക്ക് കൂടി, പക്ഷേ ആവശ്യമായിട്ടുള്ള സ്കോർ അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണമെന്നുള്ള ആകെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, മുമ്പോട്ട് ഇനി എങ്ങനെ പോകണമെന്നറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി IELTS അല്ലാതെ ഉള്ള കൺട്രീസ് ഉണ്ടല്ലോ സ്റ്റുഡൻറ്റ് വിസയ്ക്ക്, അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രാൻസിലേക്ക് ട്രൈ ചെയ്തു. ഫ്രാൻസിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2 പോകാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് BCom കൂടാതെ ഞാൻ MBA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിരുന്നു. അപ്പോൾ MBAയുടെ സർട്ടിഫിക്കറ്റ്, മെയിൻ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിന് ആ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് കിട്ടാനായിട്ട് താമസമുണ്ട്. അതോടൊപ്പം പൈസയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓഫർ ലെറ്റർ ജനുവരിയിലേക്ക് ഡിഫർ ചെയ്തിടാം, ജനുവരിയിലേക്ക് ഇൻടേക്കിൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിഫർ ചെയ്തിട്ടു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മകളുടെ നാത്തൂൻ UK കെയർ അസിസ്റ്റൻ്റായിട്ട് പോയി എന്ന് പറഞ്ഞു. ആ ചേച്ചിയാണെങ്കിലും BCom ഗ്രാജുവേറ്റഡാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കെയർ അസിസ്റ്റന്റ്മാർക്ക് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയും പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോണതിന് എത്രയും നല്ലതാണ് ജോലി കിട്ടിപ്പോകുന്നത്. എൻ്റെ ഉള്ളിലും ജോലിക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ആ ഏജൻസിയായിട്ട് സമീപിച്ചു, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കെയർ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ചെയ്തു, 3 മാസത്തെ കോഴ്സ് ചെയ്തു. ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഓരോരോ മാറ്റങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ബൈബിൾ വായന അരമണിക്കൂർ എന്നുള്ളത് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. എപ്പോഴും പള്ളിയിൽ അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല ഞാൻ. ഈ ഉടമ്പടി എടുത്ത് ഈ നിബന്ധനകൾ കർശനമാക്കിയപ്പോൾ ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി. പള്ളിയിൽ പോകാൻ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയം ഞാൻ കുർബാന മൊബൈലിൽ കാണും. ഇന്ന് വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. അതേപോലെ ബൈബിൾ വായന ചെയ്യും.
അതേപോലെ എൻ്റെ ഫോണിൽ വചനപ്പെട്ടി ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വചനപ്പെട്ടി എടുത്ത് നോക്കും. അപ്പോൾ എനിക്ക് എന്നോട് ഈശോ ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് തോന്നും. അതേപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ എടുക്കാനൊക്കെ പറയും. പിന്നെ ഈ കൃപാസനത്തിലെ പത്രങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് പൊതുസ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യും, പള്ളികളിൽ കൊടുക്കും. അതേപോലെ ഈ വചനപ്പെട്ടിയിലെ വചനങ്ങൾ ചെറിയ കുറിപ്പുകളായിട്ട് എഴുതിയിട്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് നൊവേന കലൂർ പള്ളിയിൽ നൊവേനയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ ചൊവ്വാഴ്ചകളിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യും ഈ വചനങ്ങൾ. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ അതങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ ഭിക്ഷക്കാർക്ക്, വഴിയരികിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതേപോലെ ഞാൻ ഈ കെയർ അസിസ്റ്റൻ്റ് കോഴ്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കെയർ ഹോമുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും അത്ര ആഴമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് വെളുപ്പിന് ചെയ്യും, പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തിയൊക്കെ ചെയ്യണം കാണുമ്പോൾ ഇവർക്ക് അതിലോട് വിശ്വാസം വരാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ഇങ്ങനെ കൃപാസന മാതാവിനെക്കുറിച്ചും എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവർക്കും വിശ്വാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് തൈലം പൂശുന്ന കൂട്ടത്തിൽ എല്ലാവരുടെയും നെറ്റിക്ക് ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിലൊരാൾ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അയാൾക്ക് ഉടമ്പടി എടുക്കാനായിട്ട് കൂട്ടായിട്ട് വന്നത് ഞാനായിരുന്നു. അങ്ങനെ അയാളെയും കൊണ്ട് വന്ന് പിറ്റേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയാണ്. കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസി ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എനിക്കായിട്ട് വിധിച്ചേക്കുന്ന ജോലിയാണ് ഇതെങ്കിൽ സെപ്റ്റംബർ 8 എനിക്കൊരു ഉത്തരം തന്നെ. നിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അന്ന് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ജോലി തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 8 എനിക്ക് കൺഫർമേഷൻ വന്നു, എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അന്ന് തന്നെ ഞാൻ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി 2 ലക്ഷം രൂപ ഏജൻസിക്ക് അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ ഒക്ടോബർ 26 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ട് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് വീണ്ടും പ്രാർത്ഥിച്ചായിരുന്നു. ഡേറ്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിസ ആ ഡേറ്റിൽ തന്നെ കറക്റ്റായിട്ട് ആ ദിവസം തന്നെയാണ് വിസ വന്നത്. ഇതിൻ്റെ ഇടയിൽ ലോണിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൈസ 10-16 ലക്ഷം ഇതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള എമൗണ്ട് റൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഒന്നും വീട്ടിൽ ഇല്ല. തൽക്കാലം ആധാരം ഓൾറെഡി സൊസൈറ്റിയിലാണ്. അപ്പോൾ ഈ ആധാരം പഴയ ലോൺ അടച്ചു തുടങ്ങണുള്ളൂ ഞങ്ങൾ. അപ്പോൾ അത് പുതുക്കിയെടുക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. പെട്ടെന്ന് ഏജൻസി വിളിച്ച് COS കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏജൻസി വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് പൈസ അടയ്ക്കാൻ പറഞ്ഞു. ആകെ 2 ആഴ്ച സമയമുള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് പൈസ റൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു നോക്കി, പലരോട് കടം ചോദിച്ചു നോക്കി. പക്ഷേ ഇത്രയും വലിയ എമൗണ്ട് ആരുടെ നിന്ന് എടുക്കാനായിട്ടില്ല. അങ്ങനെ ഞാൻ 16 ലക്ഷത്തോളം എമൗണ്ട് എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. പിന്നെ ആകെ ഒരു ഹോപ്പുള്ളത് ഈ സൊസൈറ്റിയിലെ ബാങ്കിലിരിക്കുന്ന ആധാരം പുതുക്കി വെക്കുക എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ആയിട്ട് വേറെ ഒന്നുമില്ല. സ്വർണ്ണമാണെങ്കിൽ ഈ 16 ലക്ഷത്തിനോളം സ്വർണ്ണമൊന്നും വീട്ടിലില്ലതാനും. അങ്ങനെ ആദ്യം എൻ്റെ അമ്മച്ചി നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കൊന്ത ചെല്ലുന്ന ഒരാളാണ്. അപ്പം അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഒന്ന് ചെന്ന് ബാങ്കിൽ പോയി ഒന്ന് സംസാരിച്ച് നോക്ക്, എന്തെങ്കിലും വഴി മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ കാശ് രൂപം അപ്പച്ചൻ്റെ പോക്കറ്റിലിട്ടിട്ട് അപ്പച്ചനെ പറഞ്ഞയച്ചു. അപ്പച്ചൻ ചെന്ന് അവിടെ ചെന്ന് ഇതിൻ്റെ ആൾക്കാരോട് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു ആധാരത്തിന് 25 ലക്ഷമാണ് കിട്ടുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ 13 ലക്ഷം ഓൾറെഡി എടുത്തു വച്ചേക്കുന്നതാണ്. ഇനി ബാക്കി 12 ലക്ഷം ഉള്ളു കിട്ടാനായിട്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരാനുള്ളൊരു ചാൻസില്ല. കാരണം നിങ്ങൾ പഴയ ലോണ് അടച്ചു തുടങ്ങണുള്ളൂ.
അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തരാം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പച്ചനിങ്ങനെ പറഞ്ഞു, വേറെ വഴിയില്ല, ഞങ്ങൾക്ക് ഇതിങ്ങനെ പൈസ കൊടുക്കണം, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും മോളെയും കൂട്ടി നാളെ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി ഈ കാശ് രൂപം കൈ പിടിച്ച് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ കൂടി കമ്മിറ്റി കൂടി ആ ലോൺ പാസ്സാക്കി തന്നു. ലോൺ ശരിക്കും പറഞ്ഞാൽ 12 ലക്ഷമാണ് ലോൺ കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ 12,90,000 രൂപ അവർ ഞങ്ങൾക്ക് പാസ്സാക്കി തന്നു. അങ്ങനെ ലോൺ ഈ പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് ലോൺ പാസ്സായി പൈസ അടയ്ക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ 28-ാം തീയതി വീണ്ടും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. 28 എന്ന് പറയുന്നൊരു ഡേറ്റ്. ആ 28-ാം തീയതി തന്നെ എനിക്കെൻ്റെ ടിക്കറ്റ് വന്നു. ഇനി നവംബർ 7-ാം തീയതി ഞാൻ UK പോവുകയാണ്. എനിക്ക് അവിടെ ജോലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ UK നവംബർ 7-ാം തീയതി പോവുകയാണ്. അങ്ങനെ മാതാവ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. 1 വർഷത്തോളമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് പുറകെ നടക്കുന്നു വിദേശത്തേക്ക് പോകാനായിട്ട്. പക്ഷേ 1 വർഷം ആവണതിന് മുന്നേ മാതാവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തിരുന്ന ആളാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്ന്. എൻ്റെ മനസ്സെൻ്റെ മാതാവ് കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ കുർബാന ഞായറാഴ്ചകളിൽ കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം കുർബാന ഡെയിലി കാണാൻ തുടങ്ങി. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥന അരമണിക്കൂറോളം അത് പ്രാർത്ഥിക്കും. അതും മറ്റുള്ളവർക്ക് വേണ്ടി, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി. വരുമ്പോഴും പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ കൊന്ത ചൊല്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ തിരിയാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലും സങ്കടം പറയുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെ അവരോട് മാതാവിനെക്കുറിച്ച് പറയും, നിങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് നോക്കുക, ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് നോക്കുക. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച മാതാവ് എന്തായാലും അത് നടത്തി തരും. മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ്. അതേപോലെ സഞ്ചാരി മാതാവാണ്. എന്തായാലും നിങ്ങൾക്ക് ഫലം കിട്ടും. അങ്ങനെ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു. അതേപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഓർഫണേജുകളിലൊക്കെ ചെന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഓർഫണേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ അന്തേവാസികളെ കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കും, നഖം വെട്ടിക്കൊടുക്കും, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയില്ലായിരുന്നു. മൊത്തത്തിൽ ആത്മീയ ജീവിതം കുറവായിരുന്നു. ശരിക്കും ഭൗതികതയായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ അതെല്ലാം മാറി. ഇപ്പം കൂടുതലും എല്ലാ ദിവസവും ഒരു ദിവസം കുർബാന കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെയും കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ പ്രാർത്ഥനകൾ, ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രിൻ്റ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം ഇവർ ട്രാവൽ ചെയ്യുമ്പോഴേക്കും അവർക്ക് വേണ്ടി ഇങ്ങനെ വായിക്കാൻ എളുപ്പമാണ്. ബുക്ക് കൊണ്ടുപോകുന്നതിന് ഭേദമാണ് ഈ പേപ്പറിൽ, ചെറിയ പേപ്പറിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ വാലറ്റിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ടോട്ടലി എൻ്റെ ജീവിതം മൊത്തം മാറി മറിഞ്ഞു എന്നുള്ളതാണ്.